Good afternoon. Good afternoon, ma'am. 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 Okay, നമ്മള് മെഡിക്കൽ എക്യുപ്മെന്റ്സ് വരെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ എടുത്തോണ്ടിരുന്നേ. എത്ര എണ്ണം എടുത്തിരുന്നു? 41 വരെ എടുത്തില്ലേ? ക്രച്ചസ് വരെ കംപ്ലീറ്റ് ആയി അല്ലേ? ഓക്കെ, ശരി. വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ അത്? അവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് കാർഡിയാക് മോണിറ്റർ കേട്ടോ. കാർഡിയാക് മോണിറ്റർ കണ്ടിട്ടില്ലേ ഈ ഒരു എക്യുപ്മെന്റ്? കാർഡിയാക് മോണിറ്റർ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? സെക്കൻഡ് പീരീഡ് ഒക്കെ ആയപ്പോഴേക്കും ക്ഷീണമൊക്കെ ആയോ? ഫുഡൊന്നും കഴിച്ചില്ലേ ആരോ? കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ? ശരി. അപ്പൊ കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ? എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഡിവൈസ് ആണ്? ഹാർട്ടിന്റെ പ്രവർത്തനങ്ങള് അല്ലെ? അതെ, ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത് അല്ലെ. ഹാർട്ട് റേറ്റ്, ഹാർട്ട് റിതം. സിസ്റ്റർ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പോ ഹാർട്ടിന്റെ റിതം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങനെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മെഡിക്കൽ ഡിവൈസ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനനുസരിച്ച് ഹാർട്ടുമായി ബന്ധപ്പെട്ട് ഹാർട്ടിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും രോഗങ്ങളോ അല്ലെ, ഒരു ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ആണ്, അല്ലെങ്കിൽ ഹാർട്ട് റിതത്തിൽ വ്യത്യാസം, അബ്നോർമാലിറ്റി ഉണ്ട്, ഇതൊക്കെ മനസ്സിലായി നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെ. അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ശരിയല്ലേ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 24 മുതൽ 48 മണിക്കൂർ വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഹോൾട്ടർ മോണിറ്റർ നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ ഈ കാർഡിയാക് മോണിറ്ററിന്റെ ഭാഗമായിട്ട് വരുന്ന പല കോമൺ ടൈപ്പുകളാണ് കേട്ടോ. ഈ ഒരു കാർഡിയാക് മോണിറ്ററിന്റെ തന്നെ പല ടൈപ്പുകളാണ്. ഹോൾട്ടർ മോണിറ്റർ നമ്മൾ പറഞ്ഞില്ലേ 24 മുതൽ 48 അവേഴ്സ് വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന. പഠിച്ചില്ലേ? ഇത് ഓർക്കുന്നുണ്ടോ? അത് മറന്നുപോയോ? ഹോൾട്ടർ മോണിറ്റർ ചോദിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഇതിന് ഇമ്പോർട്ടന്റും ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ഇതൊക്കെ അതിന്റെ ഈ ഒരു കാർഡിയാക് മോണിറ്ററിന്റെ കീഴിൽ വരുന്ന കുറെ ടൈപ്പുകളാണ് കേട്ടോ. അപ്പൊ ഹാർട്ടുമായി ബന്ധപ്പെട്ടാണ്. കാർഡിയാക് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, ഹാർട്ടുമായി ബന്ധപ്പെട്ട ഹാർട്ടിന്റെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, ഹാർട്ടിന്റെ റിതം എങ്ങനെയാണ് മുതലായ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് കൃത്യമായ രോഗനിർണയം നടത്താനും ഹാർട്ടിന്റെ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും വേണ്ടി സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ. നോക്കിയേ, the cardiac monitor is an equipment that exhibit the electrical and pressure waveforms of cardiovascular system for measurement and treatment. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു വേവ് ഫോമുകളിലായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് പ്രഷർ വേവ് ഫോമുകളിലായിട്ട് നമുക്ക് കാർഡിയോവാസ്കുലർ സിസ്റ്റം, നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് അതിന്റെ മറ്റ് ബ്ലഡ് പ്രഷേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മെഷർമെന്റുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റുകൾ നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് കാർഡിയാക് മോണിറ്റർ. Then parameters particular to respiration function can also be calculated. അല്ലെ, ശ്വസനവുമായി ബന്ധപ്പെട്ട മറ്റ് പല ഘടകങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇവിടെ മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി കാണിക്കും. കണ്ടിട്ടില്ലേ നിങ്ങള്? സാധാരണ ഇത് എവിടെയാണ് കോമൺ ആയിട്ട് കാണുന്നത്? എമർജൻസി റൂമുകളില് അല്ലെ, കാഷ്വാലിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാറുണ്ട് ഇല്ലേ? അതുപോലെ എമർജൻസി റൂം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെയാണ് സാധാരണയായിട്ട്, അത് ICUവിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കെയർ ഏരിയ അല്ലെങ്കിൽ എമർജൻസി റൂമുകളിലൊക്കെയാണ് സാധാരണ ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്.
The areas to observe the post-operative patients. Surgeries ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് ഇത് യൂസ് ചെയ്താണ് നമ്മൾ അവരുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഹാർട്ട് റിതം നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ പേഷ്യൻസ് വിത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്. ഇതാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറഞ്ഞാല് അവരുടെ ബോഡിയിലെ സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം മുതലായവയൊക്കെയാണ് എന്താണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഇംബാലൻസ് അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥയുള്ള പേഷ്യൻസ് ഇല്ലേ, അപ്പൊ അത്തരം പേഷ്യൻസിന്റെ കണ്ടീഷൻസ് വേരിയേഷൻസ് വരുന്നുണ്ടോ, ഹാർട്ടിലെ ആക്ടിവിറ്റിയിൽ വേരിയേഷൻ വരുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഓർ അതർ അൺസ്റ്റേബിൾ പേഷ്യൻസ്, അവരുടെ വൈറ്റൽ സയൻസോ കാര്യങ്ങളൊന്നും സ്റ്റേബിൾ അല്ലാത്ത നോർമൽ അല്ലാത്ത പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിന് ഇലക്ട്രോലൈറ്റുമായി ബന്ധപ്പെട്ട് അസന്തുലിതാവസ്ഥ പ്രകടിപ്പിക്കുന്ന ഇംബാലൻസ് ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ഓപ്പറേഷൻസോ കാര്യങ്ങളോ കഴിഞ്ഞിട്ട് ചെയ്യുന്ന പേഷ്യൻസിന് അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് കൊടുക്കുന്ന ഇടങ്ങളിലോ ഒരു എമർജൻസി സർവീസുകൾ കൊടുക്കുന്ന റൂമുകളിലൊക്കെയാണ്. പിന്നെ അതുപോലെ ക്രിട്ടിക്കൽ കെയർ സർവീസുകൾ കൊടുക്കുന്ന ഏരിയ ആണ് കേട്ടോ ICU കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെയാണ് സാധാരണ കോമൺ ആയിട്ട് നമ്മുടെ കാർഡിയാക് മോണിറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, കാണുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ കാർഡിയാക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് എക്സിബിറ്റ് ദ ഇലക്ട്രിക്കൽ ആൻഡ് പ്രഷർ വേവ് ഫോംസ് ഓഫ് ദ കാർഡിയോവാസ്കുലർ സിസ്റ്റം ഫോർ മെഷർമെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഒരു പേഷ്യന്റിനുമായി ബന്ധപ്പെട്ട അവരുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹാർട്ടും അവരുടെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ആ ഒരു ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിന്റെ ഇലക്ട്രിക്കൽ ആൻഡ് പ്രഷർ വേവ് ഫോമുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് അവരുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട മെഷർമെന്റുകൾ, പ്രവർത്തനങ്ങൾ മെഷർമെന്റുകൾ എടുക്കാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും സാധിക്കും. ആ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് അവരുടെ റിതം, റേറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ നമുക്ക് തോന്നുന്നുണ്ട്, അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. ഇത് സാധാരണയായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത് എമർജൻസി റൂമുകൾ, ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് മുതലായ ഇടങ്ങളിലാണ്. സാധാരണയായിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ്, ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ ശേഷമുള്ള സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനെ നിരീക്ഷിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസുകളുള്ള ഇപ്പോ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം മുതലായവയുടെയൊക്കെ ആ ഒരു അളവില് വ്യത്യാസം, ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു അസന്തുലിതാവസ്ഥ നേരിടുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ്, അവരുടെ വൈറ്റൽ സയൻസോ കാര്യങ്ങളൊന്നും നോർമൽ അല്ലാത്ത പേഷ്യൻസ് ആണ്. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഒക്കെ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാർഡിയാക് മോണിറ്റർ ഉപയോഗപ്പെടുത്താറുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി കാർഡിയാക് മോണിറ്റർ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് ട്രാക്ഷൻ. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്യുപ്മെന്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ കാലോ കയ്യോ ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് അല്ലേ? എല്ലാവരും കണ്ട കാണണമെന്നില്ല, എന്നാലും ഹോസ്പിറ്റലിൽ ചെന്ന ഒരു ഒബ്സർവേഷനോ വാർഡിലോ കാര്യങ്ങളൊക്കെ തയ്യാറാണെങ്കിൽ കണ്ടു കാണാൻ സാധ്യതയുണ്ട്. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് മെക്കാനിസം ടു സ്ട്രെയിറ്റൻ broken bones or relieve pressure on the spine and bones. ഇപ്പൊ ബ്രോക്കൺ ബോൺസ്, ഇപ്പൊ കുട്ടിയ അല്ലെങ്കിൽ തകർന്ന എല്ലുകളൊക്കെ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടോ, അതുപോലെ തന്നെ നമ്മുടെ സ്പൈനും നമ്മുടെ ബോൺസ് അല്ലെ, നമ്മുടെ നട്ടെല്ലിനും ബോൺസ് അസ്ഥികൾക്കും ഒക്കെ ആ ഒരു അതിനുണ്ടാവുന്ന ഒരു പ്രഷർ, സമ്മർദ്ദത്തെ റിലീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് ട്രാക്ഷൻസ് ആണുള്ളത്. സ്കിൻ ട്രാക്ഷനും ഉണ്ട്, സ്കെലിറ്റൽ ട്രാക്ഷനും ഉണ്ട്. ഇവിടെ സാധാരണയായിട്ട് ഇപ്പൊ നമ്മുടെ കാലുകളിലാണ് ഒരു എല്ലിലെന്തെങ്കിലും പൊട്ടലുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേരെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാറുണ്ട്, കെട്ടി തൂക്കിയിടും, ഇങ്ങനെ വെയിറ്റ് ഇട്ടിട്ട് തൂക്കിയിടും.
അപ്പൊ അത് പല രീതിയിൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അതിൽ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ ആ ഒരു പ്രഷർ ഒന്നില്ലെങ്കിൽ അവരുടെ വേദന അല്ലെങ്കിൽ ആ പെയിനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ പ്രഷർ റിലീഫ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രോക്കൺ ബോൺസിനെ നേരെയാക്കാനായിരിക്കാം. അതല്ല എങ്കിൽ പിന്നെ ഈ നമ്മൾ പറയാറില്ലേ ഇപ്പൊ ജോയിന്റ്സിന്റെ അവിടെയൊക്കെ കുഴകൾ തെറ്റിപ്പോവാന്ന് പറയില്ലേ, ജോയിന്റ്സ് ഡിസ്ലൊക്കേഷൻ. അപ്പൊ അത്തരം കണ്ടീഷനുകളിലും ഇതുപോലെയുള്ള വെയിറ്റ് ഇട്ട് ഇതേ രീതിയിൽ തുടർന്ന് ആ ഒരു പൊസിഷനിലേക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് അത് പ്ലേസ് ചെയ്യാറുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും കാലിന്റെയൊക്കെ തുടയുടെയൊക്കെ അവിടുത്തെ ആ ഒരു കുട അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസ് സംഭവിക്കുകയാണ്, ഹിപ്പ് ജോയിന്റ്സിൽ ഡിസ്ലൊക്കേഷൻസ് സംഭവിക്കുകയാണെങ്കിലും ഇതേ രീതി തന്നെ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് ഇതിൽ സാധാരണ മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് ട്രാക്ഷൻ ആണുള്ളത്. സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നതും സ്കെലറ്റൽ ട്രാക്ഷനും. They are utilized in orthopedic medicine. നമ്മൾ orthopedic medicines നമുക്കറിയാലോ, ബോൺസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലാണ് പോവുക അല്ലെ. ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലല്ലേ നമ്മൾ ബോൺസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പോവുക അല്ലേ, ആണോ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മെഡിസിൻസ് അവരുടെ ആ ഒരു ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ സ്കിൻ ട്രാക്ഷനും സ്കെലിറ്റൽ ട്രാക്ഷനും ഉണ്ട്. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ഏത് ഭാഗത്താണ്. ഇപ്പൊ നിങ്ങൾ കാലിന്റെ ഭാഗത്ത് ഉദ്ദേശിക്കാം. ഇപ്പൊ കാലിന്റെ ഭാഗത്താണ് നമുക്കൊരു എന്താണ് നമ്മുടെ സ്കിൻ എന്തെങ്കിലും ബോൺസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്പൈനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ അഡ്ഹസീവ് ആയിട്ടുള്ള ബാൻഡേജുകളില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ ബാൻഡേജുകൾ ഇങ്ങനെ ചുറ്റിവെക്കുന്ന ബാൻഡേജുകളില്ലേ, അങ്ങനെയുള്ള അഡ്ഹസീവ് ആയിട്ടുള്ള ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാൻഡേജുകൾ ഈ ഭാഗത്ത് ചുറ്റും. കാലിന്റെ ഭാഗത്താണെങ്കിൽ കാലിന്റെ ഭാഗത്ത് ചുറ്റിയിട്ട് സ്കിൻ അപ്ലൈ ചെയ്തിട്ട് അത് സോഫ്റ്റ് ടിഷ്യൂവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് സ്കിൻ ട്രാക്ഷന് വേണ്ടി എടുക്കുക. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, സോഫ്റ്റ് ടിഷ്യൂസുമായി ബന്ധപ്പെട്ട് ഇഞ്ചുറീസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ വളരെ അത്ര വലിയ രീതിയിലുള്ള ഫ്രാക്ചർ അല്ല, ചെറിയ രീതിയിലുള്ളതാണ്. അപ്പൊ നമുക്ക് അധികം വലിയ രീതിയിലുള്ള ട്രാക്ഷനോ കാര്യങ്ങളോ വെയിറ്റോ കാര്യങ്ങളോ ഇടേണ്ടി വരുന്നില്ല. എങ്കിൽ അത്തരം കണ്ടീഷനുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കിൻ ട്രാക്ഷൻ ചെയ്യുന്നത്. സ്കിൻ ട്രാക്ഷൻ ചെയ്യാൻ നമ്മൾ അഡ്ഹസീവ് ആയിട്ടുള്ള ബാൻഡേജുകൾ ആ ഒരു സ്കിന്നിന്റെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് ആ ഒരു സോഫ്റ്റ് ടിഷ്യൂന്റെ ഭാഗത്തോ അല്ലെങ്കിൽ സ്കിന്നിന്റെ ഭാഗത്തോ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരിട്ട് അവിടെ കണക്ട് ചെയ്തല്ല, ബോണുമായിട്ടോ കണക്ട് ചെയ്തിട്ടൊന്നും അല്ല, ഈ ബാൻഡേജുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിലൂടെ എന്ത് ചെയ്യുന്നത്, വെയിറ്റ് തൂക്കിയിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇത് കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഫ്രാക്ചേഴ്സ് ഒക്കെ വരില്ലേ, അത്തരം കേസുകളിലാണ് നമ്മുടെ ഈ ഒരു സ്കെലിറ്റൽ ട്രാക്ഷൻ കുറച്ചും കൂടി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇവിടെ സിഗ്നിഫിക്കന്റ് ഫോഴ്സ് നമ്മൾ ആ ഒരു ബോർഡുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം സ്കിൻ ട്രാക്ഷൻ എന്താ പറഞ്ഞ അഡ്ഹസീവ് ബാൻഡേജുകൾ ചുറ്റിയാണ് നമ്മൾ അതിൽ നിന്ന് അതുമായിട്ട് കണക്ട് ചെയ്താണ് വെയിറ്റ് ചെയ്താന്ന് പറയുന്നത്. ഇവിടെ നേരിട്ട് ബോൺസുമായി ബന്ധപ്പെട്ട് ഒന്നില്ലെങ്കിൽ പിന്നോ സ്ക്രൂവോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബോൺസിലോട്ട് ഡയറക്ട്ലി നമ്മൾ ഇൻസേർട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഡയറക്ട്ലി നമ്മൾ ഇൻസേർട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരൊക്കെ ഇങ്ങനെ നേരിട്ട് ഇതുപോലെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് കിടക്കുന്നത്? നെറ്റിലൊക്കെ നോക്കി നിങ്ങൾക്ക് ഇതിന്റെ പിക്ചേഴ്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നേരിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ആ പിന്നോ സ്ക്രൂ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡയറക്ട്ലി നമ്മുടെ ആ ഒരു ബോൺസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിലൂടെ അതിൽ നിന്നാണ് എന്നിട്ട് നമ്മൾ നേരിട്ടാണ് വെയിറ്റ് എന്ത് ചെയ്യുന്നത്, അറ്റാച്ച് ചെയ്ത് ഇടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഫ്രാക്ചേഴ്സ് ഒക്കെ വരുമ്പോഴാണ് ഈ ഒരു സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഡയറക്റ്റ് ആണ്, നേരിട്ടാണ് നമ്മൾ ബോൺസുമായിട്ട് നേരിട്ടാണ് അതിൽ നിന്നാണ് വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതായത് അനസ്തീഷ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്കെലിറ്റൽ ട്രാക്ഷനിൽ ആവശ്യമായിട്ട് വരില്ലേ? വേദന ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നേരിട്ട് നമ്മുടെ സ്കിന് ബോൺസുമായി ബന്ധപ്പെട്ട ബോണിലാക്കി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താണ് ബോണിലേക്ക് നമ്മുടെ നേരിട്ട് ആ ഒരു ബോണിലേക്ക് ഇത് സ്ക്രൂ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി വേദന ഉണ്ടാവും അല്ലെ. ഇൻവേഴ്സീവ് ആണ്, മുറിവുണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള അനസ്തീഷ്യ കാര്യങ്ങളോ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ നടത്തിയിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട്. അതേസമയം സ്കിൻ ട്രാക്ഷനിൽ അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? അനസ്തീഷ്യ ആവശ്യമുണ്ടോ? മുറിവുണ്ടാക്കുന്നുണ്ടോ നമ്മളിവിടെ? ഇല്ല അല്ലെ.
അവിടെ നമ്മൾ അഡസീവ് ബാൻഡേജസ് ചുറ്റിയാണ് നമ്മൾ ആ ഒരു വെയിറ്റ് ഇൻഡയറക്റ്റ് ആയിട്ടാണ്, അതായത് നേരിട്ട് ആ ഒരു നമ്മുടെ സ്കിന്നിനെ ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നേരിട്ട് നമ്മൾ ആ ഒരു ബോൺസുമായിട്ട് സ്ക്രൂവോ പിന്നോ കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് അത് ഇൻസേർട്ട് ചെയ്ത് അതിൽ നിന്നാണ് വെയിറ്റ് അറ്റാച്ച് ചെയ്തിടുന്നത്. മനസ്സിലായോ? അപ്പൊ അതിലൂടെ നമുക്ക് ആ ഒരു ബ്രോക്കൺ ബോൺസ് ആണെങ്കിൽ അതിനെ അല്ലെങ്കിൽ സ്പൈന്റെയോ ബോൺസിന്റെയൊക്കെ പ്രഷർ ഒക്കെ നമുക്ക് റിലീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വേദനകളൊക്കെ മാറ്റാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ട്രാക്ഷൻ. ഓർത്തോപെഡിക് മെഡിസിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി കുറെ ഉപകരണങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ 2 ടൈപ്പ് ഉണ്ട്, സ്കിൻ ട്രാക്ഷനോട് സ്കെലിറ്റൽ ട്രാക്ഷനോട്. സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് അത്രയും വലിയ സോഫ്റ്റ് ടിഷ്യൂസുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അത്ര സിവിയർ ആയിട്ടുള്ള ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ നമ്മൾ സ്കിൻ ട്രാക്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക. സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കുറച്ച് വലിയ രീതിയിലുള്ള ഫ്രാക്ചേഴ്സ്, സിവിയർ ആയിട്ടുള്ള ഫ്രാക്ചേഴ്സോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലാണ് സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്ന സംവിധാനം യൂസ് ചെയ്യുന്നത്. വായിച്ചു നോക്കി വേഗം. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പൊ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. മിസ് ഒന്ന് എടുത്തിട്ടേ കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ 5 ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. നിങ്ങളുടെ ഫോർത്ത് മോഡ്യൂളിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇനി എടുക്കാനുള്ളത്? ഇതാണ് വീട്ടിലില്ലാത്ത ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുക്കാനുള്ളത് ഇനി? കേൾക്കുന്നില്ലേ മിസ് പറയുന്നേ? 2, 7, 8, 9, 11 ഇത്രയും ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ടോ? ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ. പിന്നെ ഫിഫ്ത്ത് വൺ മിസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവേ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം മിസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അത് കൂടാതെയാണ് മിസ് ചോദിക്കുന്നത്. അഞ്ച് ചാപ്റ്റർ ഉണ്ടോ ഇനി എടുക്കാനായിട്ട്? ക്വാളിറ്റി മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇപ്പോ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നതുണ്ടോ ഇതിന്റെ കൂടെ? അതോ എടുക്കാത്ത ഇതൊന്നും തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ലല്ലോ? അങ്ങനെയല്ലേ പറഞ്ഞേ? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. 7, 8, 9, 10, 11 അതാണോ? അപ്പൊ 2 ഏതായിരുന്നു? ലോണ്ട്രി ആൻഡ് ലിനൻ അല്ലേ? 2 ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് ആണോ? അതും എടുത്തിട്ടില്ല. 10 എടുത്തു. ഓക്കെ, ആരെങ്കിലും ഒരാള് കൃത്യമായിട്ടുള്ളതൊന്ന് മിസ്സിന് ഇട്ട് തരാമോ?
അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തീരുന്നവരുടെ ആണെങ്കിൽ അതിനനുസരിച്ച് മിസ്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണിത്. അപ്പോ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ മിസ് അതിൽ ഏതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്. 10th കംപ്ലീറ്റ് ആയതാണല്ലേ. ഓക്കെ, കറക്റ്റ് 1 2 5 7 8 11 അല്ലെ? ഈ 5 ചാപ്റ്റേഴ്സ് ആണ്. 2 ഉണ്ട്. 5 മിസ് ഇപ്പൊ എടുക്കാൻ പോവാ. 5 സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം മിസ് ഇപ്പൊ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ പുതിയ ചാപ്റ്റർ കേട്ടോ. അപ്പൊ അത് ഒഴിച്ചിട്ട് ഏതൊക്കെയുണ്ട്? 2 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. കറക്റ്റ് ആണോ? മിസ് പറയുന്നത് കറക്റ്റ് ആണോ? 2 7 8 9 11 അല്ലേ? അതല്ലേ ചോദിച്ചേ? അതല്ലേ പറഞ്ഞത്? ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് അതിൽ ഏതെങ്കിലും ഒക്കെ തീരാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ, എടുക്കാം കേട്ടോ. ഓക്കെ, ഇതൊരു ഒരുപാട് വലിയ ചാപ്റ്റർ അല്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നോക്കാനുള്ളൂ. ബാക്കിക്ക് നിങ്ങൾക്ക് എളുപ്പമുള്ള ചാപ്റ്റർ കേട്ടോ. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ അതായത് മെഡിക്കൽ ഗ്യാസുമായി ബന്ധപ്പെട്ട കുറച്ച് ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസുകൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു മെഡിക്കൽ ഗ്യാസുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് പരിചയമില്ലാത്തത്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ചാപ്റ്റർ, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ അല്ല. അപ്പൊ അതനുസരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മിസ് ഏതെങ്കിലും ചാപ്റ്റർ അതിലുള്ളത് എടുക്കാട്ടോ. അപ്പൊ അതൊന്ന് കിട്ടാൻ നിങ്ങളുടെ കൂടി ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. പല ടീച്ചേഴ്സ് ആയിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണേ. അപ്പൊ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഹോസ്പിറ്റലിൽ ഒരുപാട് മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സംവിധാനം എന്ന് പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലെ റൂമുകളില് ചില ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടോ? ആ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ ഒരു പിക്ചർ ഹോസ്പിറ്റൽ റൂമുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മറ്റേതെങ്കിലും ഇടങ്ങളിലോ ഒക്കെ ഇതുപോലെയുള്ള ഔട്ട്ലെറ്റുകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള പണ്ടത്തെ അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റലുകളൊന്നും ഉണ്ടാവണമെന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ ഉള്ള മിക്ക ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് നമ്മുടെ പേഷ്യൻസിന്റെ റൂമുകളുടെ ഉള്ളില് വാർഡുകളിൽ വരെ ഇത് ഉണ്ടായിരിക്കും ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെല്ലുമ്പോ ഇനി പോകുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മുമ്പൊക്കെ എങ്ങനെയാ ഈ ഓക്സിജൻ സിലിണ്ടറുകള് അല്ലെങ്കിൽ വലിയ വലിയ സിലിണ്ടറുകളിലാക്കിയിട്ടൊക്കെ ആയിരുന്നു ഈ ഗ്യാസുകളൊക്കെ കൊടുത്തോണ്ടിരുന്നത് അല്ലെ? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അത് എന്ത് ചെയ്തു? പൈപ്പിംഗ് സംവിധാനമാക്കി. അതൊന്ന് മനസ്സിൽ വെക്കണം. ആ ഒരു ചിത്രം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളേ. ഒരു പൈപ്പിംഗ് സംവിധാനമാക്കി. അതായത് നമുക്ക് ഏത് റൂമിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എവിടെ ആവശ്യമാണെങ്കിലും ആവശ്യമായ ഇടങ്ങളിലേക്കൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വെള്ളത്തിന്റെ കണക്ഷൻ എങ്ങനെയാ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ എങ്ങനെയാ കൊടുക്കുന്നത്? പൈപ്പിംഗ് സംവിധാനത്തിലൂടെ അല്ലേ? അല്ലേ? ആണോ? പൈപ്പിംഗ് സംവിധാനത്തിലൂടെയല്ലേ വാട്ടർ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്? അതേപോലെ അപ്പൊ നമുക്ക് എവിടെയാണ് ആവശ്യമായി വരുന്നത് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ ടാപ്പ് തുറന്ന് വെള്ളം എടുക്കാം അല്ലേ? അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെയും മെഡിക്കൽ ഗ്യാസുകളുടെ വിതരണം പൈപ്പിംഗ് സംവിധാനത്തിലൂടെയാണ് ഇപ്പോ നിലവില് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓരോ പൈപ്പിലൂടെയും ഓരോ ഗ്യാസ് ആയിരിക്കും കടത്തിവിടുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ഓരോ പൈപ്പിലൂടെയും ഓരോ ഗ്യാസ് ആയിരിക്കും മിക്സ് ആയിട്ടല്ല വരുന്നത്. ഓരോ പൈപ്പിങ്ങിലൂടെയും ഓരോരോ ഗ്യാസ് ആയിരിക്കും വരുന്നത്. ഒരെണ്ണത്തിലൂടെ ഓക്സിജൻ ആണെങ്കിൽ ഒരെണ്ണത്തിലൂടെ നൈട്രജൻ ആയിരിക്കും, ഒരെണ്ണത്തിലൂടെ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. അങ്ങനെ ഓരോ പൈപ്പിംഗ് സംവിധാനങ്ങളിൽ ഓരോ പൈപ്പിലൂടെയും ഓരോ ഗ്യാസുകളായിരിക്കും വരും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് അതായത് ഈ ഗ്യാസുകൾ എന്ന് വരണമെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും വരിക? എന്തിൽ നിന്നാണ് നമുക്ക് ഈ ഗ്യാസ് എടുക്കാൻ പറ്റുള്ളൂ? നമ്മുടെ വീട്ടിലെ ഗ്യാസ് എവിടെ നിന്ന് എടുക്കുന്നത്? എവിടെ നിന്നാണ് ഗ്യാസ് നമ്മുടെ ആ ഒരു സ്റ്റവിലേക്ക് വരുന്നത്? എവിടെ നിന്നാ വരുന്നേ? ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് അല്ലേ?
അപ്പൊ അതുപോലെ ഇവിടെയും ഒരുപാട് സിലിണ്ടേഴ്സ് ഉണ്ടാവോ? ഒരുപാട് സിലിണ്ടേഴ്സ് ഉണ്ടാവില്ലേ? ഇത്രയും ഗ്യാസോട് വിതരണം ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് സിലിണ്ടേഴ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ സിലിണ്ടറുകളൊക്കെ നമ്മൾ പുറത്തുള്ള, അതായത് ഈ ഒരു മെഡിക്കൽ ആ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നിടത്തല്ല, നമ്മൾ പുറമേലെ ഗ്യാസിന്റെ കുറ്റിയൊക്കെ വെക്കുക. ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കുന്ന പുറത്തല്ലേ വീടിന്റെ, അല്ലേ? എന്താണ് ശരിക്കും നമ്മൾ വീടിനകത്ത് വെക്കുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ പുറത്ത് വെക്കുന്നതാണ് സേഫ് അല്ലെ? അതാണ് പറയാറും, പുറത്ത് വെക്കാന്നുള്ളതാണ് പറയാറ്. അപ്പൊ അതുപോലെ നമ്മൾ പുറത്തൊരു ക്യാബിനൊക്കെ അടിച്ച് അതിനുള്ളിലൊക്കെ ആക്കിയാണ് വെക്കാറ്. അപ്പൊ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും ഇത്തരം സിലിണ്ടേഴ്സ് വെക്കാനായിട്ട് പുറമെ, അതായത് ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് മാറി ഒരു ഏരിയ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഏരിയ ആണ് പ്രധാന സോഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? പ്രധാന ഈ ഗ്യാസുകളുടെ പ്രധാന ഉറവിടം അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് ആ സിലിണ്ടർ എടുക്കുന്ന ഇടമാണ്. അത് ക്ലിയർ ആയോ? ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതിനുശേഷം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൽ നിന്ന്, അതായത് ആ സോഴ്സിൽ നിന്ന് ആ സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സിലിണ്ടറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഒരു ഗ്യാസ് തീർന്നു പോയാൽ നമുക്ക് അടുത്ത ഗ്യാസ് ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ബാക്കപ്പിന് വേണ്ടി വെച്ചിട്ടുണ്ടാവില്ലേ? വെച്ചിട്ടുണ്ടാവോ? പെട്ടെന്ന് ഒരു ഉപയോഗം വരുമ്പോ എടുക്കാൻ വേണ്ടി വെക്കില്ലേ? അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും ഈ പറയുന്ന ഒരു 2 or 3 ക്യാൻസ് അല്ലെങ്കിൽ ഒരു 4 സിലിണ്ടേഴ്സ് ഒരുമിച്ചായിരിക്കും ഇരിക്കാം. ആ 4 എണ്ണം തീരുമ്പോ അടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത സെറ്റ് ഓഫ് സിലിണ്ടേഴ്സും റെഡി ആയിരിക്കും. അങ്ങനെയൊക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരു റൂം ഒന്ന് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ, മനസ്സിലായി? അങ്ങനെ ഒരു റൂം സെറ്റ് ചെയ്യും. അവിടെ ഇതുപോലെ ഈ ഗ്യാസ് നമ്മുടെ ആണെങ്കിലും ഈ ഗ്യാസ് വരുന്ന അവിടെ എന്തുണ്ട്? റെഗുലേറ്റേഴ്സ് ഉണ്ട് ഇല്ലേ? ഗ്യാസ് വരുന്ന അവിടെ റെഗുലേറ്റേഴ്സ് ഇല്ലേ? ഉണ്ടോ? അതുപോലെ തന്നെ അവിടെയും റെഗുലേറ്റേഴ്സ് ഉണ്ടാവില്ലേ? വാൽവുകൾ ഉണ്ടാവില്ലേ? ഇതിന്റെയൊക്കെ ഗ്യാസിന്റെ ആ ഒരു ഫ്ലോവും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി വാൽവുകൾ ഉണ്ടാവും, റെഗുലേറ്റേഴ്സ് ഉണ്ടാവും, ഒരു കൺട്രോളിംഗ് പാനലും കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇനി അതിൽ നിന്ന് പല പല പൈപ്പുകളിലൂടെ ഗ്യാസ് എന്ത് ചെയ്യുന്നു? കടത്തിവിടുന്നു. അതാത് ഗ്യാസുകൾ പോവാനായിട്ട് അതാത് പൈപ്പുകളുണ്ട്. മനസ്സിലായോ? ആ പൈപ്പിങ്ങിനെ നെറ്റ്വർക്ക് പോലെ അടിച്ച് ഓരോരോ റൂമുകളിലേക്ക്, വാർഡുകളിലേക്ക്, വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, എല്ലാ ഇടങ്ങളിലേക്കും നമ്മുടെ വാട്ടർ സപ്ലൈ കൊടുക്കുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെയാണോ? കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ഒരു പിക്ചർ പോലെ ഇനി ഇത് ഓരോ റൂമിലേക്കും നമുക്ക് ഈ പറയുന്ന ഗ്യാസ് കിട്ടണം. എങ്ങനെ കിട്ടും? ഈ പറയുന്ന ഔട്ട്ലെറ്റുകളിലൂടെയാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഔട്ട്ലെറ്റിനുള്ളിലേക്ക് എന്താണ് പോയിരിക്കുന്നത്? ഈ ഔട്ട്ലെറ്റ് എവിടെ നിന്ന് വന്നിരിക്കുന്നതാ? ആ പൈപ്പിന്റെ ടിപ്പാണ് അല്ലെ? ടെർമിനൽ എൻഡ് ആണ് ഈ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ ടാപ്പ് തുറക്കുന്നതിന് പകരം ഈ ഒരു ഔട്ട്ലെറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഓർത്താ മതി. ഈ ഒരു ഔട്ട്ലെറ്റ് കൊടുത്തിരിക്കുന്നു. ആ ഔട്ട്ലെറ്റുകളില് ഏത് ഗ്യാസ് ആണോ ഔട്ട്ലെറ്റിൽ നിന്ന് കിട്ടുന്നത് അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ ആയിരിക്കും കിട്ടുക, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അതായിരിക്കും കിട്ടുക. മനസ്സിലായോ? ഓരോ ഔട്ട്ലെറ്റിൽ നിന്നും അതാത് ഗ്യാസ് മാത്രമേ കിട്ടുള്ളൂ അല്ലെ? കാരണം ആ ഓരോ പൈപ്പിൽ നിന്നും അതേ ഗ്യാസ്, ഓരോ സെയിം ഗ്യാസ് തന്നെ ആയിരിക്കുമല്ലോ വരുന്നത് അല്ലെ? വ്യത്യസ്തമായിട്ടല്ല, ഓരോ പൈപ്പിലും ഓരോരോ ഗ്യാസുകളിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതാത് ഗ്യാസുകൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെതായ ഉപകരണങ്ങളോ കാര്യങ്ങളോ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇതിൽ കുത്തി എന്ത് ചെയ്യാം? നമ്മൾ ചാർജ് ചെയ്യുന്നത് പോലെ അല്ലെ? ഇതിൽ കുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെതായ മെഷീൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് അതിൻ്റെതായ ഹോസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗ്യാസ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ലേ? പറ്റുമോ? ഒരു ജനറൽ ഐഡിയ കിട്ടിയോ? ഒരു ജനറൽ ഐഡിയ കിട്ടിയോ? ഇത് വെച്ച് വേണം ഇനി നിങ്ങൾ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഉള്ളിൽ വെച്ചിട്ട് വേണം കേട്ടോ. ഒരു പിക്ചർ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കുറച്ച് മെഡിക്കൽ ഗ്യാസുകളെ ടൈപ്പുകൾ പറയുന്നുണ്ട്. അതിനുശേഷം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇതുമായി കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അല്ലാതെ ഒരു എന്താണ് മെഡിക്കൽ ഗ്യാസ്, അതിന്റെ പൈപ്പ് ലൈൻ സിസ്റ്റം എന്താണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല അല്ലെ? നമ്മൾ ഇത് കണ്ടിട്ടില്ല, വ്യക്തമായിട്ട് നമുക്ക് അധികം പരിചയമില്ലാത്തൊരു കാര്യം കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളിത് പഠിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനോ ഫോളോ ചെയ്യാനോ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ആദ്യം പറയുന്നത്. ഇപ്പൊ മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്കറിയാലോ, മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റീവ് പേഷ്യൻസ്.
പേഷ്യൻസിന് നൽകുന്ന ഗ്യാസുകളാവാം അല്ലെ. പേഷ്യൻസിന് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഷ്യൻസിന് നൽകുന്ന എന്ന് പറയാൻ പറ്റില്ല, പേഷ്യൻസിന് പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകളെ നമ്മൾ ടോട്ടൽ ആയിട്ട് വിളിക്കുന്നതാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് അല്ലെ. ഹോസ്പിറ്റൽ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് കൊടുക്കുന്നത് മാത്രമല്ല, പല ഡിവൈസുകളും ടൂൾസുകളും ഒക്കെ പവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവ പ്രവർത്തനരഹിതമാകും അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാനായിട്ടും ഒക്കെ നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആർ increasingly turning out to be an essential requirement in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. നമ്മുടെ വീടുകളിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടുണ്ടോ? ഉണ്ടോ? വാട്ടർ സപ്ലൈ ഇല്ലാത്ത വീടുണ്ടോ? ഇല്ല അല്ലെ. അതൊക്കെ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സർവീസ് ആയി മാറിക്കഴിഞ്ഞു, ശരിയല്ലേ? അതുപോലെ എയർ കണ്ടീഷൻ, മിക്ക വീടുകളിലും ഇപ്പൊ എയർ കണ്ടീഷനിങ് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് മാറിക്കഴിഞ്ഞതുപോലെ തന്നെ അതൊരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ചും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇലക്ട്രിസിറ്റി ആണെങ്കിലും വാട്ടർ സപ്ലൈ ആണെങ്കിലും എയർ കണ്ടീഷൻ ആണെങ്കിലും ഒക്കെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂട്ടിലിറ്റീസ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആയിട്ട് എന്ത് മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനങ്ങളും മാറിക്കഴിഞ്ഞു. Then medical gases, which are gases used in medical procedures, are used for treatment, for anesthesia and some for driving medical devices and tools. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. അപ്പൊ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന? മെഡിക്കൽ പ്രൊസീജിയേഴ്സ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാവാം അല്ലെ. പലതരത്തിലുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി, അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാവാം, അനസ്തേഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നതാവാം. സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്, മെഡിക്കൽ ഡിവൈസുകളോ ടൂളുകളോ ഒക്കെ എന്ത് ചെയ്യുക? പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാവാം. അങ്ങനെ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയോ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസുകളോ ടൂൾസുകളോ ഒക്കെ പ്രവർത്തനപരമാക്കുന്നതിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന അത്തരം മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസുകളെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഇത്ര മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രൊസീജിയേഴ്സ്, അവർക്ക് കൊടുക്കുന്ന പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസസിനെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അത് പല രീതിയിലുണ്ട്. അതായത് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നതാവാം, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിക്കൽ ഡിവൈസുകളോ ടൂൾസോ ഒക്കെ ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസസിനെയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകളെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ഇലക്ട്രിസിറ്റി, വാട്ടർ, എയർ കണ്ടീഷനിങ് മുതലായിട്ടുള്ള പബ്ലിക് യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഉപയോഗത്തിലുള്ള സാധനങ്ങളെ പോലെ തന്നെ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ റിക്വയർമെന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എന്ത് മാറിക്കഴിഞ്ഞു? ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനം മാറിക്കഴിഞ്ഞു. ക്ലിയർ ആണോ? അല്ല, ലാസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ്, അനസ്തീഷ്യ ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ഭാഗം മനസ്സിലായോ? ഓക്കെ അല്ലേ? മനസ്സിലാക്കി പോവാട്ടാ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് റിപ്പീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. Then അടുത്തത് മെഡിക്കൽ ഗ്യാസസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ ഏരിയാസിലാണ് മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യാറ് ഒരു ഹോസ്പിറ്റലിൽ? The department that use medical gases in hospital consists of hospital റൂമുകളിൽ. കണ്ടിട്ടില്ലേ നിങ്ങൾ? കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റൽ റൂമുകളിൽ ഇതുപോലെയുള്ള ഔട്ട്ലെറ്റുകൾ. റിക്കവറി റൂമുകളിൽ എന്താണ് റിക്കവറി റൂം? നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞുള്ള പേഷ്യൻസിനെ കിടത്തുന്ന ഇടമാണ് റിക്കവറി റൂമുകൾ അല്ലെ. അത്തരം ഇടങ്ങളിൽ ആവശ്യമായി വരുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് കൊടുക്കുന്ന ഇടങ്ങളില്, ഇന്റർവെൻഷണൽ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ഏരിയാസില്, ഒബ്സ്റ്റട്രിക്സ് അല്ലെ, പ്രസവാനന്തര റൂമുകളില്, ഗൈനക്കോളജി വാർഡുകളില്, ICUവില്, ജനറൽ വാർഡുകളില് മുതലായ ഒട്ടുമിക്ക ഏരിയാസിലും ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസസ് ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഇടങ്ങളാണ്. The equipment is connected to the medical gas pipeline system via station outlet.
എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ മിസ്, നമ്മൾ ഈ ഒരു എക്യുപ്മെന്റുകളിൽ ഇവിടെയാണ് കണക്ട് ചെയ്യാൻ അല്ലെ? ആ പിക്ചറിൽ കാണുന്ന സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ, അതായത് നമ്മുടെ റൂമുകളിലെയോ വാർഡുകളിലോ ഒക്കെ കാണുന്ന ഈ ഔട്ട്ലെറ്റുകളിലൂടെയാണ് നമ്മൾ ആ ഒരു പൈപ്പിംഗ് സിസ്റ്റത്തിലേക്ക് എക്യുപ്മെന്റ് കണക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ഈ ഒരു സ്റ്റേഷൻ ഔട്ട്ലെറ്റിന്റെ ഉള്ളിലേക്ക് എന്താണ് പൈപ്പിംഗ് സംവിധാനമാണ് പോയിരിക്കുന്നത് അല്ലെ? നിങ്ങൾ അതിന്റെ ബാക്കിലോട്ടൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു പൈപ്പിംഗ് സംവിധാനമാണ് അല്ലെ? അപ്പൊ അതിലേക്ക് നമുക്ക് എക്യുപ്മെന്റിനെ കണക്ട് ചെയ്യണമെങ്കിൽ അത് ഈ ഒരു ഔട്ട്ലെറ്റ് വഴിയല്ലേ പറ്റുള്ളൂ അല്ലെ? ആ ഒരു സ്വിച്ചസ് അല്ലെങ്കിൽ ആ ഒരു ഔട്ട്ലെറ്റ് വഴിയാണ് നമ്മൾ ആ ഒരു പൈപ്പിംഗ് സംവിധാനത്തിലേക്ക് എക്യുപ്മെന്റുകൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. മെഡിക്കൽ ഗ്യാസസ് ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഹോസ്പിറ്റലിലെ റൂമുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, ജനറൽ വാർഡുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, റിക്കവറി റൂമുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ചികിത്സ നടക്കുന്ന ഏരിയാസില്, ഒബ്സ്റ്ററ്റിക് ഏരിയാസില്, ഗൈനക്കോളജി വാർഡുകളില്, ICUയില്, അങ്ങനെയുള്ള ഒരുപാട് ഏരിയാസില്, ഹോസ്പിറ്റൽ ഏരിയാസില് ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ എക്യുപ്മെന്റുകളും ഇതുമായി ബന്ധപ്പെട്ട ഓരോ എക്യുപ്മെന്റുകളും നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സംവിധാനത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് ആ ഓരോ റൂമിലെയും സ്റ്റേഷനൽ ഔട്ട്ലെറ്റുകളിലൂടെയായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് the medical gas system includes vacuum system and waste anesthetic gas disposal. അതായത് anesthetic gas scavenging system. അപ്പോ ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തില് രണ്ടു തരം, അതായത് വാക്വം സിസ്റ്റംസും ഉണ്ട്, വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം ഉണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അല്ലെങ്കിൽ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം, അത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതിന്റെ പേരാണ് മറ്റൊരു പേരാണ് WAG, വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റത്തിന്റെ പേരാണ് അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മള് അനസ്തേഷ്യോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ള ഗ്യാസുകൾ ഉണ്ടാവുമല്ലോ. എക്സസ് ആയിട്ടുള്ള ഗ്യാസുകളോ കാര്യങ്ങളോ പേഷ്യൻസിന്റെ കൊടുത്തതിന് ശേഷം എന്താണ് പേഷ്യൻസിന് കൊടുത്തതിന് ശേഷം ഉള്ള എക്സസ് ആയിട്ടുള്ള ഗ്യാസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ബ്രീത്തിങ് സർക്യൂട്ടുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു എക്സസ് ഗ്യാസ് നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്കാവെഞ്ചിങ് ഇന്റർഫറൻസ്, അതിന് വേണ്ടിയിട്ട് കുറെ പൈപ്പിംഗ് സംവിധാനങ്ങളും ഫിൽറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റൂമില് അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ അനസ്തെറ്റിക് ഗ്യാസുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ അത് ആ പ്രത്യേകമായിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലെ? അപ്പൊ അവിടെ ആ ഒരു റൂമില് ഒരുപാട് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും ഇല്ലേ? മറ്റൊരുപാട് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ഇത് ദോഷകരമായിട്ട് ബാധിക്കില്ലേ ഈ ഒരു ഗ്യാസിന്റെ എഫക്റ്റ്? വരുമോ? എന്താണ് മനസ്സിലാവുന്നില്ലേ? അനസ്തെറ്റിക് ഗ്യാസുകൾ നമ്മൾ കൊടുക്കുമല്ലോ, അത് പേഷ്യൻസിനെ കേന്ദ്രീകൃതമായിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അതില് എക്സസീവ് ആയിട്ട് വരുന്ന ഗ്യാസുകളില്ലേ, പുറത്തേക്ക് പോകുന്ന, അതിൽ നിന്ന് കൊടുക്കുന്നതിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഗ്യാസുകൾ ഉണ്ടാവുമല്ലോ, അത് അവിടെയുള്ള മറ്റ് സ്റ്റാഫുകൾക്ക് ദോഷകരമായി ബാധിക്കില്ലേ? നമ്മൾ ആ ഒരു പേഷ്യന്റിന് മാത്രം കൊടുക്കുന്നതാണെങ്കിൽ പോലും അത് എക്സസീവ് ആയിട്ട് അല്ലെങ്കിൽ അത് എക്സൈഡ് വന്നാൽ എക്സസീവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എസ്കേപ്ഡ് ആയിട്ടുള്ളത് ബാധിക്കും അല്ലെ? അപ്പൊ അത്തരം കണ്ടീഷനില് ആ ഒരു ബിൽഡിങ്ങിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു റൂമിനുള്ളില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആ ഒരു ഒക്യുപേഷണൽ എക്സ്പോഷർ, അവരുടെ ആ ഒരു തൊഴിൽപരമായിട്ടുള്ള ആ ഒരു എക്സ്പോഷറിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയാം അനസ്തെറ്റിക് ഗ്യാസുകൾ എന്ത് ചെയ്യുന്നു, ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ പുറത്തേക്ക് ബിൽഡിങ്ങിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അതിനനുസരിച്ച് അത് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിനുമുള്ള ഒരു സംവിധാനം ഈ ഒരു മെഡിക്കൽ ഗ്യാസ് സംവിധാനത്തിൽ ഉണ്ടായിരിക്കും. അതാണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അല്ലെങ്കിൽ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് രണ്ടും എന്താണെന്നൊന്നും ചോദിക്കാറില്ല, ജസ്റ്റ് അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അത് ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് മെഡിക്കൽ വാക്വം സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം അത് ഇപ്പം സക്ഷനിങ് ഫ്ലൂയിഡ്സ് കാര്യങ്ങളൊക്കെ സക്ഷൻ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് വാക്വം ആവശ്യമായിട്ട് വരും. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പൊ നമ്മുടെ സക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബ്ലഡോ ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് അതിന് കുറച്ചും കൂടി എക്സാമ്പിൾ പറയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ റൂട്ട് കനാൽ ഒക്കെ ചെയ്യാൻ പോയത്, ഈ പല്ലുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ വാക്ക് ഉപയോഗിച്ച് അവര് സക്ഷൻ ചെയ്തെടുക്കുന്നത് കണ്ടിട്ടില്ലേ? വായിൽ വരുന്ന ആ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഫ്ലൂയിഡ്സ് കാര്യങ്ങളൊക്കെ
കണ്ടിട്ടില്ലേ ഇത് ഡ്രൈ ആക്കുന്നത്? കണ്ടിട്ടില്ലേ? അതല്ല എങ്കിൽ നമ്മുടെ ഇതുപോലെ നമ്മുടെ സെക്ഷൻ മെഷീൻസിലൊക്കെ ഈ വാക്കം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്യാസോ കാര്യങ്ങളോ ഒക്കെ സക്ഷൻ ചെയ്തെടുക്കാനായിട്ട് ആ ഒരു വാക്കം സിസ്റ്റം, വാക്കം ട്യൂബുകൾ, അല്ലെങ്കിൽ നമ്മൾ വാക്കം ക്ലീനേഴ്സ് യൂസ് ചെയ്യാറില്ല, അതേ പ്രൊസീജിയർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് വാക്കം സംവിധാനങ്ങൾ ഈ ഒരു മെഡിക്കൽ ഗ്യാസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? വാക്കം പമ്പ്സും വാക്കം റിസീവേഴ്സ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വാക്കം സിസ്റ്റം ഉണ്ട്, വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ബോട്ടിൽ ഡിസ്പോസൽ സിസ്റ്റവും ഉണ്ടെന്നുള്ളത്. ഓക്കെ, അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. അതിനുശേഷം നമ്മൾ വേറൊരു സെക്ഷൻ, അതായത് ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ വെക്കാം കേട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നിന്ന് ആകെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് മെഡിക്കൽ ഗ്യാസസ് എന്താണ്, ലാസ്റ്റ് പോയിന്റ് മിസ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞില്ല ഇൻട്രൊഡക്ഷന്റെ. അതുപോലെ തന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് പ്രധാനമായിട്ടും മെഡിക്കൽ ഗ്യാസസ് ഒരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്, അപ്പൊ ആ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെ പേരുകൾ. അതുപോലെ എക്യുപ്മെന്റ് ഇസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം വയ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. സോ നെക്സ്റ്റ് നമ്മള് ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകളുടെ കുറച്ച് ടൈപ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മെഡിക്കൽ എയർ. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എയർ മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ടു ഡിസ്ട്രിബ്യൂട്ട് മെഡിക്കൽ ഗ്യാസ്. ഈ കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേലും താഴെ അല്ലെ, കുറവില പ്രഷറില് കംപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്ത് വെക്കുന്ന എയർസിന് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ സാധാരണ ശരിക്കും നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് എയറിലെ, നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിലെ അതിനോട് സിമിലർ ആയിട്ടുള്ള എയർ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്നത് നമ്മുടെ നാച്ചുറൽ എയറിൽ എന്താ ഉണ്ടാവുക, ഓക്സിജൻ, നൈട്രജൻ മുതലായ കമ്പോണൻസ് ഉണ്ടാവും. അത് കൂടാതെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം, ഇല്ലേ? ഉണ്ടോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? പൊല്യൂഷൻ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവില്ലേ? ഒരു നാച്ചുറൽ എയറിൽ അത് ഉണ്ടാവും അല്ലെ? അപ്പൊ അത് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ മെഡിക്കൽ എയർ മീൻസ് clean supply of compressed air used in hospital and health facilities to distribute medical ഗ്യാസുകൾ സംവിധാനം, മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ക്ലീൻ ആയിട്ടുള്ള കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ മെഡിക്കൽ എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അത് വളരെ ക്ലീൻ ആയിരിക്കും. ഈ എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എയറിനോട് സിമിലർ ആയിരിക്കും, പക്ഷെ ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള എയർ ആയിരിക്കും. നോക്കിയേ, ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ.
പാർട്ടിക്കിൾസ്. ഇവിടെ എന്തുണ്ടാവില്ല? പൊല്യൂഷൻസോ മലിനീകരണങ്ങളോ അതുമായി ബന്ധപ്പെട്ട മറ്റ് പാർട്ടിക്കിൾസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഹാസ് നോ ഓയിൽ ഓർ ഓഡേഴ്സ്. എന്താണ്? ഓയിലോ അല്ലെങ്കിൽ ഓഡേഴ്സ്, മണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ഈസ് ട്രൈ ടു ബ്ലോക്ക് വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് പൈപ്പ് ലൈൻ. അതുപോലെ തന്നെ ആ ഒരു എന്താണ് പൈപ്പ് ലൈൻ സംവിധാനം ഉണ്ടല്ലോ, അതില് വാട്ടർ ബിൽഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും മോയ്സ്റ്റോ കാര്യങ്ങളോ ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനായിട്ടും ആ ഒരു വാട്ടർ ബിൽഡപ്പ് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടും സഹായിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ആൻഡ് വെൻ എ പേഷ്യന്റ് ഈസ് ദെൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം, വെദർ ഇറ്റ്സ് ആൻ എമർജൻസി ഓർ നോട്ട്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഒരു ഓപ്പറേറ്റിംഗ് റൂമിലാണ്, അതൊരു എമർജൻസി കേസ് ആവാം, അല്ലാതിരിക്കാം. A surgeon depends on the medical air compressor to keep the patient comfortable and breathing. അവർക്ക് ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആക്കാനും ആ പേഷ്യൻസിനെ കംഫർട്ടബിൾ ആക്കാനും വേണ്ടി അവർക്ക് എന്ത് കൊടുക്കാറുണ്ട്? സർജൻസ് മെഡിക്കൽ എയർ കൊടുക്കാറുണ്ട്. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് എയറിനോട് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അതിൽ പൊല്യൂഷൻസോ അതുമായി ബന്ധപ്പെട്ട മറ്റു പാർട്ടിക്കിൾസോ ഓയിലോ ഓഡറോ ഒന്നും ഉണ്ടായിരിക്കില്ല. അവിടെ നമുക്ക് ആ ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തിൽ എന്തെങ്കിലും വാട്ടറിന്റെ അംശങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് ഡ്രൈ ആക്കി നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് കംപ്രസ്ഡ് ആയിട്ടുള്ള ക്ലീൻഡ് ആയിട്ടുള്ള എയർ ആയിരിക്കും. അത് നമുക്ക് ഒരു ഓപ്പറേഷൻ റൂമില് അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ പേഷ്യൻസിനെ കംഫർട്ടബിൾ ആക്കാനും അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യാനും ബ്രീത്തിങ് കുറച്ചും കൂടി എളുപ്പമാക്കാനും ഒക്കെ വേണ്ടി ഈ ബ്രീത്തിങ് നോർമൽ ആയിട്ട് നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട് മെഡിക്കൽ എയർ കംപ്രസ്ഡ് ചെയ്തിട്ടുള്ള മെഡിക്കൽ എയർ സർജൻസ് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? മെഡിക്കൽ എയർ എന്താണെന്നുള്ളത് മനസ്സിലായോ? അതൊരു പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും. അതുപോലെ ഓഡറോ ഓയിലോ സാധനങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെക്കണം കേട്ടോ. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ ശരിക്കും കംപ്രസ്ഡ് എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ താഴെ കംപ്രസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന് താഴെ പ്രഷറൈസ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുന്ന എയറുകളെയാണ്. ഓക്കെ, അതൊന്ന് വേഗം വായിച്ചു നോക്കിയ മെഡിക്കൽ എയർ. Okay. Then next one ആണ് oxygen. Oxygen a medical gas required in every healthcare setting and is used for resuscitation and inhalation therapy. അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒന്നും കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലില്? അപ്പൊ ഓക്സിജൻ എന്ന് പറയുന്ന മെഡിക്കൽ ഗ്യാസ് ഏതൊരു ഹെൽത്ത് കെയർ സെറ്റിങ്ങിലും വളരെ അനിവാര്യമായിട്ടുള്ള വളരെ അത്യാവശ്യമുള്ള ഒരു മെഡിക്കൽ എയർ ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ റെസിസിറ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. ഇതാണ് ശ്വസനവുമായി ബന്ധപ്പെട്ട ഇൻഹലേഷൻ തെറാപ്പികൾ ചെയ്യാനും റെസിസിറ്റേഷൻ അല്ലെങ്കിൽ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. And it can be used for medical conditions like the COPD. എന്താണ് COPD? COPD എന്താ? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അല്ലെ? ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസുകളാണ് അല്ലെ? ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസുകളാണ് അല്ലെ? അപ്പൊ അതെന്താണ്? നമ്മുടെ ഡിഫിക്കൽട്ട് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഹാർട്ടിലേക്കുള്ള അല്ലെങ്കിൽ ലങ്സിലേക്കുള്ള എയർ ഫ്ലോയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ആക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസുകളാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സയനോസിസ്. എന്താണ് സയനോസിസ്? സയനോസിസ് എന്താണ് സയനോസിസ്? ബ്ലൂ സ്കിൻ ആവുന്നത്. എന്തിന്റെ അഭാവത്തില? നമ്മുടെ സ്കിന്ന്, ലിപ്പ്, അതുപോലെ നെയിൽസ് ഒക്കെ ബ്ലൂ കളർ ആവും. എന്തിന്റെ അഭാവത്തിൽ? ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡില് ഓക്സിജന്റെ അഭാവം വരുമ്പോൾ നമ്മുടെ സ്കിന്ന്, ലിപ്പ്, നെയിൽസ് ഒക്കെ ബ്ലൂ കളർ ആവുന്ന കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷനെയാണ് സയനോസിസ് എന്ന് പറയുന്നത്.
ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കേഴ്സ് വെൻ ഓർഗൻസ് ഡോണ്ട് ഗെറ്റ് ഇനഫ് ബ്ലഡ്. ആവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടാതെ വരുമ്പോ എന്താണ് നമ്മുടെ ഓർഗൻസ് എന്ത് ചെയ്യുന്നു? ആവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷനെയാണ് ഷോക്ക് എന്ന് പറയുന്നത്. ദെൻ സിവിയർ ഹെമറേജ് എന്താണ്? സിവിയർ ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് അല്ലെ, അമിതമായിട്ടുള്ള രക്തസ്രാവം. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഇതാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് പോയിസണിങ് കേട്ടിട്ടുണ്ടോ? എന്താണ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറയുന്നത്? കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് ആണ് അല്ലെ. അപ്പൊ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഹീമോഗ്ലോബിന്, ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലഡിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റിയെ കുറയ്ക്കുന്ന ഒരു കണ്ടീഷനാണ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. ട്രോമ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഏറ്റവർക്ക്, അതുപോലെ കാർഡിയോവാസ്കുലർ റെസ്പിറേറ്ററി അറസ്റ്റ്, ശ്വസനവുമായി ബന്ധപ്പെട്ട ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതുപോലെ തന്നെ പെട്ടെന്ന് സഡൻ ആയിട്ട് ഹാർട്ടിന്റെ ആ ഒരു പമ്പിങ് സ്റ്റോപ്പ് ആയി പോകുന്ന അവസ്ഥകള്, അതുപോലെ റെസിസിറ്റേഷനുമായി ബന്ധപ്പെട്ട്, പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട്, ലൈഫ് സപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം മെഡിക്കൽ കണ്ടീഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓക്സിജൻ ആണ്, അല്ലെങ്കിൽ ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഓക്സിജൻ അതുകൊണ്ട് ഉപയോഗിക്കുന്നത് പറയുന്നത്? ഇപ്പൊ നിങ്ങള് സൈനോസിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ സിവിയർ ഹെമറേജിന്റെ കാര്യം പറഞ്ഞു, കാർബൺ മോണോക്സൈഡ് പോയിസണിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക്, ടിഷ്യൂസിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അവിടെ ബ്ലഡിലൂടെയാണ് എത്താ അല്ലെ. ബ്ലഡിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ബ്ലഡിലെ ഹീമോഗ്ലോബിൻ അല്ലെ. അപ്പൊ ഇവിടെ അത്തരം കണ്ടീഷനിൽ നമ്മുടെ ടിഷ്യൂസിലേക്ക് ഓക്സിജന്റെ അഭാവമായതുകൊണ്ടാണ് ഇത്തരം കണ്ടീഷൻസ് കൂടുതലായിട്ടും വരുന്നത് അല്ലെ. ബ്ലഡുമായി ബന്ധപ്പെട്ട് ഓക്സിജന്റെ അളവ് കുറയുന്നത് പോലുമാണ് ഇത്തരം കണ്ടീഷൻസ് വരെ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് പ്രതിരോധമായിട്ട് ഏത് ഗ്യാസ് കുടിക്കേണ്ടതായിട്ട് വരും? ഓക്സിജൻ ഗ്യാസുകളുടെ പ്രസൻസ് ആയിരിക്കും വേണ്ടത് അല്ലെ. കുറവേതാണോ അതാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. അത്തരം കണ്ടീഷൻസിൽ ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഗ്യാസ് ആണ്. റെസിസിറ്റേഷന് വേണ്ടിയും ഇൻഹലേഷൻ തെറാപ്പി, ശ്വസനവുമായി ബന്ധപ്പെട്ട തെറാപ്പികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഏതൊക്കെ കണ്ടീഷൻസിന് വേണ്ടിയാണ്? COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ. ചോദിക്കാട്ട ഇപ്പൊ ഇതുപോലെയുള്ള മെഡിക്കൽ കണ്ടീഷൻ, അതായത് COPD, സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ് മുതലായ മെഡിക്കൽ കണ്ടീഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ് എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റില്ലേ? പറ്റുമോ? അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അതുപോലെ അല്ലെങ്കിൽ ഒരു ഓക്സിജൻ ഗ്യാസ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന മെഡിക്കൽ കണ്ടീഷൻസ് ഏതാണെന്ന് നേരെ തിരിച്ചും ചോദിക്കാം കേട്ടോ. ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്യുന്ന മെഡിക്കൽ കണ്ടീഷൻസ് ഏതാണെന്ന് ചോദിച്ചാലും ഓപ്ഷൻസിൽ നിന്ന് അറിയാൻ പറ്റുമല്ലോ. പറ്റില്ലേ? COPD, സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ, കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, റെസിസിറ്റേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ട് മുതലായ എല്ലാ തരത്തിലും ഉള്ള മെഡിക്കൽ കണ്ടീഷൻസിലും ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ, ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, ശരി. മിസ് ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരണേ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.